നമസ്കാരം, ന്യൂസ് നെറ്റിലേക്ക് സ്വാഗതം. ഞാൻ നികേഷ് കുമാർ. ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട്. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ: മുംബൈയിൽ തീവ്രവാദി ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തീവ്രവാദികളെ പിടിക്കുവാനായി കമാൻഡോകളും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ നടത്തിയ പത്രസമ്മേളനത്തിലേക്ക്. Because of the terrorism, we are facing crisis for a long years. I'm using this time to request to Pakistan to take the immediate and stringent action against the terrorism. Otherwise, we will teach them a lesson. We will do it sure. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിലേക്ക്. We mourn, we cry, and our heart weep for those killed at Mumbai. This is an unbelievable tragedy. This is last warning to Pakistan. This is time to face the problem together. തിരിച്ചെത്താം ന്യൂസിലേക്ക്. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ വിജയം വളരെ സന്തോഷകരമാണെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് പത്രപ്രവർത്തകരോട് പറഞ്ഞു. The ground and the ball was very favorable and we had the best combination and I think the pitch was not supporting to us, but I could bat well. So one thing we are sure we'll get a good progress after the next series. Thank you. നമുക്ക് തിരിച്ചെത്താം ന്യൂസിലേക്ക്. കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗങ്ങളിലുമായി ഇപ്പോൾ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മോട് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് മുൻ KPSC പ്രസിഡന്റ് G. ചുരളീധരനാണ്. ചുരളീധരൻ, ബോംബുകൾ പൊട്ടുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ ചുരുക്കത്തിൽ, താങ്കൾക്ക് ബോംബുകളെ പേടിയുണ്ടോ മിസ്റ്റർ G. ചുരളീധരൻ? ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് ബോംബുകളെ പേടിയും തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പേടിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ലോകത്തിൽ ആകെ 3 പ്രാവശ്യമേ ആറ്റം ബോംബ് പൊട്ടിയിട്ടുള്ളൂ. ഒന്ന് ഹിരോഷിമയിൽ, ഒന്ന് നാഗസാക്കിയിൽ, പിന്നെ ഒന്ന് കൊടുവള്ളിയിൽ ഞാൻ മത്സരിച്ച സമയത്തും. കൊടുവള്ളിയിൽ ഞാൻ മത്സരിച്ച് പൊട്ടിയതിനെക്കാട്ടിലും വലിയൊരു ആണും ബോംബൊന്നും ആറ്റം ബോംബൊന്നും കേരളത്തിൽ ഇന്ത്യയിലും പൊട്ടിയിട്ടുമില്ല, ഇനി പൊട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് പറയാറില്ല. വളരെയധികം നന്ദി മിസ്റ്റർ G. ചുരളീധരൻ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത സാംസ്കാരിക നായകൻ സുകുമാർ അരിവൽക്കോട് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിസ്റ്റർ സുകുമാർ അരിവൽക്കോട്, താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അത് ഈ ബോംബെന്ന് പറയുമ്പോൾ അത് പ്രകൃതിയിൽ അടക്കം ചെയ്തിരിക്കുന്ന വൈകാരികമായ നിഗൂഢമായ ചോദനകളെ നിസ്ഫലീകരിക്കുന്ന ഒരു തീഷ്ണതയുടെ വൈഷ്ണവമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ മുംബൈയിൽ താജ് ഹോട്ടൽ സന്ദർശിക്കുവാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൻ്റെ മുൻപിലായി ഒരു വ്യക്തി പുതച്ച് മൂടിക്കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സുഹൃത്തേ, താങ്കൾ ഉറങ്ങുകയാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണോ, ഞാൻ ഉറങ്ങുകയല്ല, ഞാനൊരു തീവ്രവാദിയുടെ വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻ മന്ത്രി അരിവാടൻ മുഹമ്മദ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. മിസ്റ്റർ അരിവാടൻ മുഹമ്മദ്, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മക്കളെ. കാരണം നമ്മളിങ്ങനെ ബോംബൊക്കെ പൊട്ടിച്ച് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ തമ്മിൽ തല്ലി ചാവുന്ന അവസ്ഥയാണ് വരുന്നത്. അല്ല എങ്ങോട്ട് പറയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തല്ലൊന്നും ചെയ്യാതെ വളരെ മതസൗഹാർദ്ദപരമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ കൈ പിടിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈ വിനീതന് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് രാജഗോപാലൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിസ്റ്റർ രാജഗോപാലൻ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് CJPയുടെ ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ പറയുമ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദി ആക്രമണത്തിനൊക്കെ ചരടഴിച്ചു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമ്മൾ ഇന്ത്യക്കാരായ എല്ലാ ഭാരതീയരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത: കോഴിക്കോട് കുതിരവട്ടം പ്രാന്താശുപത്രിയിൽ നിന്നും കാണാതായ 15ഓളം യുവാക്കളെ തിരുവനന്തപുരത്ത് കിരൺ TVയിൽ നിന്ന് പിടികൂടി. ഇതിൽ 6 പേർ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരാണ്. Welcome, Kaun Banega Crorepati 2006 to discuss our famous Bollywood superstar Mr. Shah Rukh Khan. Welcome, Mr. Shah Rukh Khan.
अमिताभ जी मुझे देखो एक छोटा छोटा क्वेश्चन प्लीज. Yes. Question number 1. Which is the most godson country in India? A. West Bengal. B. Bihar. C. Karnataka. And D. Kerala. अमिताभ जी वेरी सिंपल क्वेश्चन. अमिताभ जी हाँ डी केरला. Yes, you're absolutely correct. The godson country is Kerala. പച്ചപ്പായലിൽ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനി. ആര് പറഞ്ഞ് പച്ച ഫലിക്കൂലാണ്? കേരളത്തിൽ പച്ച തന്നെ ഫലിക്കുള്ളൂ. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണെങ്കിലും ചരട് വലി മൊയ്മനം മലപ്പുറത്തുള്ള പച്ചൻ്റെ കയ്യിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇമാതിരി ഓലപ്പാമ്പൊന്നും കാണിച്ച് നമ്മൾ പേടിപ്പിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട.